ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 103-ാമത്തെ പാർട്ടാണ്. അപ്പോൾ കമൻ്റ് ഇടാത്തവരാണെങ്കിൽ കമൻ്റ് ഇട്ടോളൂട്ടാ. വൈകുന്നേരം പാർവണിയും രേവതിയും രശ്മിയും ദേവയുടെ അമ്മയും രേവതിയുടെ അമ്മയും എല്ലാം ഹാളിലിരിക്കുകയാണ്. മുത്തശ്ശി പോയതോടെ പാർവണിയുടെ അച്ഛനും അമ്മയും കണ്ണനും തിരികെ വീട്ടിലേക്ക് പോയിരുന്നു. മറ്റൊരു ഭാഗത്തായി ദേവയും ആരോ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ശിവയാണെങ്കിൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നടക്കാണ്. എൻ്റെ അളിയ, ഇത് കുറെ നേരമായില്ലോ, ഞങ്ങൾക്കൊന്ന് കുഞ്ഞിനെടുക്കാൻ താ. ശിവയുടെ മുന്നിൽ കൈനീട്ടിയിരുന്നുകൊണ്ട് ആരു പറഞ്ഞത് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അതിയെ അത് പറഞ്ഞ ശിവ അവന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്തു. പാർവണ ദേവയുടെ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. എൻ്റെ കുട്ടി ആകെ ക്ഷീണിച്ചു പോയി, അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞു. മറുപടി അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ എടുത്ത് നടക്കുന്ന ആരും ഇടയ്ക്ക് പാർവണയെ നോക്കി കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. തിരിച്ചു പാർവണയും, നമ്മളിനി എന്നാ തറവാട്ടിലേക്ക് പോണേ? അമ്മുവിന്റെയും ഭദ്രയുടെയും കല്യാണം ആവാറായില്ലേ? കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ പോവണ്ടേ? പാർവണ അമ്മയെ നോക്കി ചോദിച്ചു. അത് ശരിയാണ്, മുത്തശ്ശി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് വരാൻ. നമ്മൾ എന്നാ പോകുന്ന അളിയാ? ആരും ഏറ്റുപിടിച്ചോണ്ട് പറഞ്ഞു. നമ്മൾ നേരത്തെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, കല്യാണത്തിന് തലേന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ശിവ അവനെ നോക്കി പറഞ്ഞത് ആരുവിന്റെ മുഖം ആകെ മാറി. മതി ഇരുന്ന് സംസാരിച്ചത്, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വാ. അത് പറഞ്ഞ് രണ്ടമ്മമാരും കൂടെ അടുക്കളയിലേക്ക് നടന്നു. ആരുവാണെങ്കിൽ എല്ലാവരോടും മുഖം വെറുപ്പിച്ച് നടക്കാൻ തുടങ്ങി. അവന്റെ ആ ഭാവം കണ്ട് രശ്മിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ശിവ കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോയി. പാർവണ അടുക്കളയിൽ അമ്മമാരുടെ ഒപ്പം സഹായിക്കാനായി നിന്നു. പണികളൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ ബെഡിൽ കിടന്ന് ശിവയും കുഞ്ഞുമായി കളിക്കുകയായിരുന്നു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അത് പറഞ്ഞ കുഞ്ഞിനെ പാർവണയുടെ കയ്യിൽ കൊടുത്ത് ശിവ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. പാർവണ കുഞ്ഞിന് പാല് കൊടുത്ത ശേഷം മടിയിലിരുത്തി കളിപ്പിക്കുകയാണ്. ശിവ പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞു വന്നു. ഒരു മുട്ടോളം ഇറക്കമുള്ള 3/4 മാത്രമാണ് വേഷം. മുടിയിൽ നിന്നും വീഴുന്ന വെള്ളത്തുള്ളികൾ അവന്റെ കഴുത്തിലൂടെ ഒഴുകിയിറങ്ങുന്നുണ്ട്. എന്താടി? ശിവ അവളുടെ നോട്ടം കണ്ട് ചോദിച്ചപ്പോഴാണ് താൻ ഇത്ര നേരം അവനെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന ബോധം അവൾക്കും വന്നത്. അവൾ ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടി. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. ശിവ കയ്യിലെ ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് പാർവണയുടെ അരികിലായി വന്നിരുന്നു. ഒരു കൈ കൊണ്ട് പാർവണയും മറു കൈ കൊണ്ട് കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു. ഡി, ഒരു കാര്യം ചോദിക്കട്ടെ? ശിവ അവളുടെ പിൻകഴുത്തിൽ മുഖുരസിക്കൊണ്ട് ചോദിച്ചു. എന്താ ശിവ? അവൾ എന്തോ ഗൗരവപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് കരുതി അവൾ ടെൻഷനിൽ ചോദിച്ചു. നിനക്കൊരു കാര്യം അറിയോ? നമ്മളൊരു കാര്യം ഒറ്റ സംഖ്യയിൽ നിർത്താൻ പാടില്ല. എന്ത്? അവൾ തലതിരിച്ച് അവനെ നോക്കി ചോദിച്ചു. അല്ല, ഈ പണ്ടുള്ളവർ പറയാറില്ലേ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ 3 പേരെ എവിടെയും പോവാൻ പാടില്ല എന്ന്. അതിനിപ്പോ നമ്മൾ എവിടേക്കും പോകുന്നില്ലല്ലോ ശിവ, പിന്നെന്താ പ്രശ്നം? അങ്ങനെയല്ലടി, നമ്മള് എവിടേക്കെങ്കിലും പോകുന്നില്ലെങ്കിലും ഭാവിയിൽ പോവല്ലോ. നീ എന്തൊക്കെ ശിവ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ ഫാമിലിയുടെ അംഗസംഖ്യ കൂട്ടിയാലോ എന്ന്. എങ്ങനെ? അവൾ സംശയഭാവത്തിൽ ചോദിച്ചു. അത് നമ്മുടെ നെച്ചുമോൾക്ക് ഒരു അനിയനോ അനിയത്തിയോ? അവളുടെ ടോപ്പിനിടയിലൂടെ കൈയിട്ട് ഇടുപ്പിൽ നുള്ളിക്കൊണ്ട് ശിവ ചോദിച്ചതും പാർവണ ഒന്ന് പുള്ളി പിടഞ്ഞു. മാറിക്ക്, നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഡെലിവറി ടൈമിൽ കഷ്ടപ്പാടെ നിൽക്കാം. അതെങ്ങനെയാണ് വെറുതെ ഇരുന്ന് പറഞ്ഞ കുട്ടി ഉണ്ടാവുക? ഞാൻ കൂടെ കഷ്ടപ്പെട്ടാലല്ലേ കാര്യം നടക്കുള്ളൂ. അവൻ മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേ മനുഷ്യ, മര്യാദയ്ക്ക് എൻ്റെ അടുത്തുനിന്ന് മാറിയിരുന്നോട്ടാ. എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. ഡി, എനിക്ക് ഇപ്പൊ തന്നെ 27 വയസ്സായി. ഇനി 5 പിള്ളേരെന്നൊക്കെ പറയുന്നത് ഇപ്പൊ തുടങ്ങിയാലല്ലേ? ഈ മനുഷ്യനൊരു നാണോ മാനമില്ലല്ലോ ഭഗവാനെ. ഞാനെന്തിനാടി കാണിക്കണേ? അങ്ങനെ നാണം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കയ്യിലിരുന്ന ട്രോഫി ജനിക്കായിരുന്ന. മോന്റെ ചാട്ട എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതങ്ങ് മനസ്സിൽ തന്നെ വെച്ച് പൂട്ടിയാൽ മതി. നെച്ചമോള് വലുതാകാതെ ഇനിയൊരു കുഞ്ഞു കൂടെ നടക്കില്ല. നീ എന്ത് കണ്ണി ചോരയില്ലാത്തവളാണടി. ഞാനിങ്ങനെ നിന്ന് മുരടിച്ചു പോവുള്ളോ? ശിവ പറയുന്ന കേട്ട് പറഞ്ഞെനിക്ക് ശരിക്കും ചിരി വന്നിരുന്നു. അച്ഛയുടെ കുഞ്ഞാവാ, നമുക്ക് ഉറങ്ങാം. നമുക്ക് നിന്റെ അമ്മയോട് മിണ്ടണ്ടായി. ശിവ പാർവണയുടെ കയ്യിലെ കുഞ്ഞിനെ വാങ്ങാൻ നിന്ന ശിവയുടെ ഫോൺ റിങ് ചെയ്തു. കുഞ്ഞിനെ പാർവണയുടെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുത്ത ശേഷം
ശിവ ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. അവന്റെ ഭാവം കണ്ട് പാർവണിയും ചിരിയോടെ അവിടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞു കുഞ്ഞുറങ്ങി. അവൾ കുഞ്ഞിനെ തൊട്ടിലേക്ക് അടുത്തിരുന്നു. ഡോറിൽ ആരോ തട്ടി വിളിച്ച് ഒരുമിച്ചായിരുന്നു. അവൾ ചെന്ന് വാതിൽ തുറന്നും ബാൽക്കണിയിൽ നിന്ന് ശിവയും റൂമിലേക്ക് വന്നിരുന്നു. ഡോർ തുറന്നപ്പോൾ മുന്നിൽ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ആരുവിനെ കണ്ടതും പാർവണിക്ക് ചിരി വന്നിരുന്നു. പാർവണിയെ മുന്നിൽ നിന്ന് തട്ടിമാറ്റി ആരോ ഓടി വന്ന് ശിവയുടെ കാലി പിടിച്ചു. എന്റെ പൊന്നളിയ, ഞാൻ അളിയനോട് കുറെ കള്ളം പറഞ്ഞിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കരുതി എന്നോട് ഇങ്ങനെ പകരം വീട്ടല്ലേ? ആര് ശിവയുടെ കാലിൽ നിന്നും പിടിവിടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണത്, എണീക്ക്. ശിവ അവനെ താഴെ നിന്ന് എണീപ്പിച്ചു. നീ എന്ത് രാത്രിയുള്ള സ്വപ്നം കണ്ടോ? പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് വന്ന് പറയണേ? ശിവ സംശയത്തോടെ ചോദിച്ചു. അളിയൻ എന്നോട് എന്തിനാ ഈ കൊലച്ചതി കാണിച്ചേ? ഇന്നെങ്കിൽ ഇന്ന് തറവാട്ടിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുന്ന ആളാ ഞാൻ. എന്റെ നെഞ്ചത്ത് തന്നെ അളിയൻ ആണിയടിച്ച കല്യാണത്തിന് തലേദിവസം പോവെന്ന് തീരുമാനം എടുത്തേ. അപ്പോഴാണ് ശിവയ്ക്കും പാർവണിക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായത്. അതായിരുന്ന കാര്യം? അത് തന്നെ കാര്യം. അതിനെന്താ തെറ്റ്? നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. ഞാനിവിടെ ഉണ്ടായിട്ട് തന്നെ നൈറ്റ് ഡ്രൈവും ട്രിപ്പൊക്കെ ആയിട്ട് എന്തൊക്കെയായിരുന്നു. ഇനി എന്റെ കണ്ണെത്താത്ത തറവാട്ടിലേക്കാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഒപ്പിക്കുന്നു എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അളിയൻ എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? എന്താ അളിയ അങ്ങനെ? പ്ലീസ്, നമുക്ക് നാളെ തന്നെ തറവാട്ടിലേക്ക് പോവാം. എനിക്ക് അവിടെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തോണ്ടാ. ഇപ്പൊ തന്നെ വിളിച്ചപ്പോ അവൾ എന്തൊരു കരച്ചിലായിരുന്നു എന്നറിയോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് പറയുമ്പോൾ അവന്റെ കണ്ണിലെ നനവ് പടർന്നിരുന്നു. എന്നാൽ ശിവ അത് കണ്ട് ചിരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ചിരിക്കാതളിയാ. എടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്റെ അനീറ്റിയല്ലേ അമ്മു? അവളുടെ കല്യാണത്തിന് തലേ ദിവസം കയറി ചെന്നാൽ അതെങ്ങനെ ശരിയാവാ? ഒരു 3-4 ദിവസം മുമ്പ് തന്നെ എല്ലാവരും കൂട്ടി അങ്ങോട്ടേക്ക് പോണം, നീ ഒഴിച്ച്. അതെന്താ, നിങ്ങളൊക്കെ പോകുമ്പോ ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കേ? നടുവിൽ കൈ ഊന്നിക്കൊണ്ട് ആര് ചോദിച്ചു. ഞങ്ങളൊക്കെ കല്യാണത്തിന് 4 ദിവസം മുമ്പേ പോവും, പക്ഷെ നീ നാളെ തന്നെ പോവും. അത് കേട്ടത് ആരുവിന്റെ കണ്ണുകൾ വിളർന്നു. സന്തോഷം കണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. സത്യമായിട്ടും? അളിയൻ വെറുതെ പറഞ്ഞതല്ലോ? അവൻ വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു. അതേടാ, ഞാൻ ഭദ്രയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നീ നാളെ വരുന്നു. അവർക്കൊരു സഹായത്തിനായി അവിടെ നിൽക്കുന്നു. പിന്നെ നിന്റെ അടവുകളൊക്കെ നിന്റെ കയ്യിൽ വെച്ച് മതിട്ടാ. അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിന്നറിഞ്ഞ അടുത്ത നിമിഷം നിന്നെ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുത്തും. പിന്നെ നിനക്ക് കല്യാണം കൂടാൻ പറ്റില്ലെന്ന് വരില്ല. ശിവ താക്കീതോടെ പറഞ്ഞു. ഇല്ലളിയ, ഞാൻ ഒരു പ്രശ്നത്തിനും നിൽക്കില്ല. അത് പറഞ്ഞ അവൻ ശിവയെ കെട്ടിപ്പിടിച്ച് അവന്റെ കവളിൽ ഉമ്മ വെച്ചു. സന്തോഷം കണ്ട് പാർവണയും കെട്ടിപ്പിടിച്ചു. മാമയുടെ മോളെ, അത് പറഞ്ഞ് തൊട്ടിൽ കിടക്കുന്ന ഉറങ്ങുന്ന കുഞ്ഞിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഡാടാ ഉറങ്ങണ കൊച്ചിനെ നീയായിട്ട് ഇനി ഉണർത്തണ്ടാട്ടാ. ശിവ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സോറി, ഞാനൊരു സന്തോഷത്തിലേ അവൻ അബദ്ധം പറ്റിയ പോലെ പറഞ്ഞു. മതി പോയി കിടന്നുറങ്ങാൻ നോക്ക്, നാളെ പോകണ്ടല്ലേ? അതളിയാ, ഞാൻ പോട്ടെ. ഒരാൾ അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, അവളെ വിളിച്ചു പറയട്ടെ, അവൾക്ക് സന്തോഷവും. ആര് തുള്ളിച്ചാടിക്കൊണ്ട് അവന്റെ മുറിയിലേക്ക് പോയി. പാറണ പോയി ഡോർ ലോക്ക് ചെയ്ത് വന്ന് കിടന്നു. അപ്പോഴേക്കും ശിവയും വന്ന് കിടന്നിരുന്നു. പാറണ ശിവയെ കുറെ നേരം നോക്കിയെങ്കിൽ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടക്കുകയാണ് ചെയ്തത്. ശിവ, നിനക്ക് എന്നോട് ദേഷ്യാണോ? പാറണ അവന്റെ കയ്യിൽ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ ശിവ ഒന്നും മിണ്ടാതെ കിടന്നു. ഓ, വലിയ ചാട സ്റ്റൈല്, ആയിക്കോട്ടെ, ഇനി ഞാൻ മൈൻഡ് ചെയ്യില്ല, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു. കുറെ നേരം കണ്ണടച്ച് കിടന്നിട്ട് പാർവണയ്ക്ക് ഉറക്കം വരുന്നുണ്ടായില്ല. പതിയെ വയറിലൂടെ ഒരു തണുപ്പ് പടർന്നതും പാർവണ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു. ശിവയുടെ കൈകളായിരുന്നു അത്. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ പിൻകഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു. ഇനി ഇങ്ങനെ കിടക്കുന്ന തമ്പുരാട്ടി കുഴപ്പമുണ്ടാണവോ? ശിവ അത് പറഞ്ഞതും പാർവണ അവനെ നേരെ തിരിഞ്ഞു കിടന്നു. സോറി, പാർവണ അവന്റെ നെറുകയിൽ ഉമ്മ വെച്ച് പറഞ്ഞു. ഓ, എനിക്കൊന്നും വേണ്ട നിന്റെ സോറി. അത് പറഞ്ഞ ശിവ അവളുടെ താടി കൊണ്ട് പാർവണയുടെ കഴുത്തിൽ ഇക്കിളിയാക്കാൻ തുടങ്ങി. ശിവയുടെ താടി രോമങ്ങൾ കഴുത്തിൽ ഇക്കിളി കൂട്ടിയതും പാർവണ ഒരുക്കെ ചിരിക്കാൻ തുടങ്ങി. ഒന്ന് പതുക്കെ ചിരിക്ക് പെണ്ണേ, കുഞ്ഞുണരും. അവളുടെ വാപ്പത്തി പിടിച്ചുകൊണ്ട് ശിവ പറഞ്ഞു. വീണ്ടും അവളെ ഇക്കിളിയാക്കാൻ തുടങ്ങി. മതി ശിവ, മതി നിർത്താൻ, എനിക്ക് ശ്വാസം മുട്ടുന്നു. പാർവണ ചിരി നിർത്താൻ കഴിയാതെ പറഞ്ഞു. എന്താടി ഇങ്ങനെ നോക്കണേ? തന്റെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ നോക്കുന്ന പാർവണയെ നോക്കി അവൻ ചോദിച്ചതും പാർവണ ഒരു കുസൃതി ചിരിയോടെ അവന്റെ കഴുത്തിലായി പതിയെ കടിച്ചു. എടുക്കാരി. ശിവ അവളെ തിരിച്ചു കിടത്തി അവളുടെ മേൽ കൈ കൂട്ടിയിരുന്നുകൊണ്ട് പറഞ്ഞു. എന്താ ശിവ?
അവൾ വിറയലോടെ ചോദിച്ചതിന് ശിവ കുനിഞ്ഞ് അവളുടെ കഴുത്തിൽ കടിച്ചു. പാറുണൻ നീങ്ങിക്കൊണ്ട് അവളെ പുറത്ത് ശക്തിയായി പിടിച്ചു. അവന്റെ നഗ്നമായ പുറത്ത് അവളുടെ നാഗങ്ങൾ ആഴ്ന്നിറങ്ങിയതും ശിവ ഒന്ന് എരിവൊലിച്ചു. എടി എന്റെ പുറം! ശിവ പുറ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. പാർവണിയാണെങ്കിൽ അബദ്ധം പറ്റിയ പോലെ നാവ് കടിച്ചു. നീ എൻ്റെ തൊട്ടരികിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലടി. പ്ലീസ്, ഞാൻ നിന്നിലേക്ക് ആഴ്ന്നിറങ്ങിക്കോട്ടെ? ശിവ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചതും നാണത്താൽ കലർന്ന ഒരു പുഞ്ചിരിയായിരുന്നു പാർവണിയുടെ മറുപടി. ശിവ പതിയെ അവളുടെ അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. പതിയെ പതിയെ മറയായിരുന്ന വസ്ത്രങ്ങളെല്ലാം അകന്നു മാറി. ശിവ കാലങ്ങൾക്ക് ശേഷം അവളിലേക്ക് ആഴ്ന്നിറങ്ങി. കാലങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ പ്രണയം ഒന്നായി അവളിലേക്ക് ചൊരിഞ്ഞു. AC-യുടെ തണുപ്പിലും അവരുടെ ശരീരങ്ങൾ വിയർത്തു കുളിച്ചു. അവസാനം ശിവ ഒരു തളർച്ചയോടെ പാർവണിയുടെ മാറിലേക്ക് വീണു. പാർവണ അവനെ ഇരു കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. രാത്രിയുടെ ഏത് യാമങ്ങളിൽ ശിവ വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ പ്രണയ ചൂടിൽ പാർവണി സ്വയം മതിമറന്നിരുന്നു. രാവിലെ കണ്ണു തുറന്ന പാർവണ തൻ്റെ മാറിൽ മുഖം ചേർത്ത് ഇരു കൈകൾ കൊണ്ടും തന്നെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ശിവയാണ് കണ്ടത്. അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ നെറുകയിൽ മുത്തമിട്ട ശേഷം അവനെ ബെഡിലേക്ക് കിടത്തി. ഒന്ന് പുതപ്പിച്ചു കൊടുത്ത ശേഷം ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും അവൻ നല്ല ഉറക്കത്തിലാണ്. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ നെറുകയിൽ ഒന്ന് തലോടിയ ശേഷം അവൾ താഴേക്ക് നടന്നു. അടുക്കളയിൽ ദേവയുടെ അമ്മയും ദേവും നല്ല പണിത്തിരക്കിലാണ്. അമ്മ കറിക്കുള്ള പച്ചക്കറി അരിയായിരുന്നു. ദേവു ദോശ ഉണ്ടാക്കുന്നു. ഇങ്ങത്താ ദേവു, ഞാൻ ഉണ്ടാക്കാം. അത് പറഞ്ഞ അവളുടെ കയ്യിൽ നിന്നും ചട്ടകം വാങ്ങി പാർവണ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദേവുവിൻ്റെ അമ്മ കയ്യിൽ പ്രസാദമായി പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് വന്നത്. കയ്യിലെ ഇലച്ചിന്തിൽ നിന്നും ചന്ദനം എടുത്ത് അമ്മ എല്ലാവർക്കും തൊട്ടുകൊടുത്തു. അമ്മ രാവിലെ തന്നെ അമ്പലത്തിൽ പോയോ? ഇന്നെന്താ വിശേഷം? ദേവു ചോദിച്ചു. ഇന്ന് തിരുവാതിരയല്ലേ, അതുകൊണ്ട് അമ്പലത്തിൽ പോവാന്ന് കരുതി. അയ്യോ, ഇന്ന് തിരുവാതിരയായിരുന്നോ? അമ്മ ഇന്നലെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ തിരുവാതിര എടുക്കുമായിരുന്നു. പാർവണ സങ്കടത്തോടെ പറഞ്ഞു. ഞാനാ പറഞ്ഞ നിങ്ങളോട് പറയണ്ടെന്ന്. ദേവുമോൾക്ക് 8-ാം മാസമായില്ലേ, അപ്പൊ ഇങ്ങനെ വ്രതമൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ പാർമോക്ക് കുഞ്ഞിന് പാല് കൊടുക്കണ്ടല്ലേ, അപ്പൊ കറക്റ്റായി ഭക്ഷണം കഴിക്കണല്ലോ, ദേവിയുടെ അമ്മ പറഞ്ഞു. അല്ല, ഇതെന്താ രാവിലെ തന്നെ അമ്മ അമ്പലത്തിലൊക്കെ പോയാ? വലിയൊരു ബാഗും തോളി തൂക്കിക്കൊണ്ട് ആര് ചോദിച്ചു. നീ എങ്ങോട്ടാ ഈ ബാഗൊക്കെ ആയിട്ട്? ദേവു ചോദിച്ചു. ഞാൻ തറവാട്ടിലേക്ക് പോവാ, കല്യാണമൊക്കെ ആയില്ലേ, ഒരു കൈ സഹായത്തിന് അവിടെ ഒരാൾ വേണമല്ലോ. അവൻ തോളിലെ ബാഗ് ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് നന്നായി മോനെ. അമ്മ അവന്റെ നെറുകയിൽ ചന്ദനം തൊട്ടു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇന്നെന്താ, ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ അമ്പലത്തിൽ പോവാൻ? അല്ലടാ, ഇന്ന് തിരുവാതിരയല്ലേ. അതെന്താ തിരുവാതിരക്ക് ഇത്ര പ്രത്യേകത? കല്യാണം കഴിഞ്ഞ ഒരു ഭർത്താവിന്റെ ദീർഘായുസിന് വേണ്ടിയും കന്യകമാരെ നല്ല ഭർത്താവിനെ കിട്ടുന്നതിന് വേണ്ടിയാണ് തിരുവാതിര വ്രതം എടുക്കണേ. ഈ പരിപാടി കൊള്ളാലോ, ഞാൻ തിരുവാതിര എടുത്താലോ? എവിടെ പൊട്ടായ സ്ത്രീകളാണ് എടുക്കുക. കാരണം അവന്റെ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു. അതെന്താ പുരുഷന്മാര് തിരുവാതിര എടുത്ത? അല്ല, ശരിക്കും ഈ തിരുവാതിര എന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? അവൻ സംശയത്തോടെ ചോദിച്ചു. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും കന്യകമാര് വിവാഹം വേഗം നടക്കാൻ വേണ്ടിയും തിരുവാതിര വ്രതം എടുക്കണു. പരമശിവനും ശ്രീ പാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന ഐതിഹ്യമുണ്ട്. ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ തന്നെ പോയ സതിയെ ദക്ഷൻ അപമാനിച്ചതിനാൽ സതി ദേഹത്യാഗം ചെയ്ത് വിവരം അറിഞ്ഞ ക്രൂധനും ദുഃഖിതനുമായ പരമേശ്വരൻ ദക്ഷനെ കൊന്ന് പ്രതികാരം ചെയ്യുകയും അതിനുശേഷം ഹിമാലയത്തിൽ പോയി തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. സതീദേവി പാർവതിയായി പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ പിതാവിന്റെ അനുവാദത്തോടു കൂടെ മഹാദേവനെ പൂജിക്കാനും തപസ് ചെയ്യാനും തുടങ്ങി. ദേവിയുടെ പൂജയുടെയും കഠിനമായ തപസ്സിന്റെയും ഫലമായി ശിവൻ പാർവതിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ദേവിയുടെ സ്നേഹം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ശിവപാർവതിമാരുടെ വിവാഹം കഴിഞ്ഞ ദിവസമായി തിരുവാതിര കണക്കാക്കുന്നുണ്ട്. ഓ, ഇങ്ങനെയൊക്കെയാണല്ലേ. എന്നാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാട്ടാ. അത് പറഞ്ഞ ആര് ഫോണുമായി പുറത്തേക്ക് നടന്നു. അവൻ ശിവാനിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു.